നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ പ്രതിഷേധിച്ച വിസ്മയ മോഹൻലാലിന് നേരെ സൈബർ ആക്രമണം. നടൻ മേജർ രവിക്കെതിരെ രൂക്ഷ വിമർശനം. മേജർ രവി വഷളനമാവൻ ചമയരുതെന്നും താക്കീത്. സമരത്തെ പിന്തുണച്ച നടി മഞ്ജു വാര്യർക്ക് നേരെയും സൈബർ ആക്രമണം. നീറ്റ് പരീക്ഷയിലെ വീഴ്ചകൾക്കും ക്രമക്കേടുകൾക്കുമെതിരെ ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധ സമരത്തിന് വിവിധ കോണുകളിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് നടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ സമരത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നത്. അതോടെ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരും BJP നേതാക്കളുമെല്ലാം വിസ്മയുടെ നിലപാടിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. സിനിമാ നടനും മോഹൻലാലിന്റെ അടുത്ത സുഹൃത്തും BJP നേതാവുമായ മേജർ രവിയുടെ പ്രതികരണങ്ങൾ വിവാദമായത് ഈ സാഹചര്യത്തിലാണ്. വിസ്മയെ അത്യന്തം ഹീനമായ രീതിയിൽ അപഹസിച്ചുകൊണ്ടാണ് മേജർ രവി രംഗത്ത് വന്നത്. വിസ്മയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയ പരിജ്ഞാനമില്ലെന്നാണ് മേജർ രവിയുടെ വിമർശനം. ഇതിനെതിരെ അതിശക്ത പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയകളിൽ ഇരമ്പുന്നത്. മേജർ രവിയുടെ നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ പരാമർശങ്ങൾ ഈ വിധത്തിലാണ്. ഒരു മേജർ രവി ഇറങ്ങിയിട്ടുണ്ട്. വിസ്മയ മോഹൻലാലിനെ അങ്ങേയറ്റം അപഹസിച്ചുകൊണ്ട്. വിസ്മയെ ജനിച്ചന്ന് തൊട്ട് അറിയാം, യാതൊരു രാഷ്ട്രീയ നോളജുമില്ലാത്ത കുട്ടിയാണ്. തെരുവിൽ പട്ടിക്കുട്ടിയെ കണ്ടാൽ അതിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പിറകെ കരഞ്ഞു നടക്കുന്ന ആളാണ്. എന്തൊക്കെയാണ് ഇദ്ദേഹം പുലമ്പുന്നതെന്ന് നോക്കൂ. സ്വതന്ത്രമായി ചിന്തിക്കാനും കാര്യങ്ങൾ വിലയിരുത്താനും കഴിവും വിദ്യാഭ്യാസമുള്ള ഒരു യുവതിയെക്കുറിച്ച് ഒരു വഷളൻ അമ്മാവന്റെ ഭാഷയിൽ പൊതു ഇടത്തിൽ വന്ന് അലക്കുകയാണ്. ഡൽഹിയിൽ സമരരംഗത്തുള്ള കുട്ടികളെ കുറിച്ച് ഇയാൾ പറയുന്ന അസംബന്ധങ്ങൾ അയാളുടെ ഉള്ളിലെ സംഗീരക്തം തിളച്ചു മറിയുന്നത് കൊണ്ടാണെന്ന് കരുതാം. നന്നായി വളർന്ന ഒരു കുടുംബത്തിലെ കുട്ടിയും അവിടെയില്ല. കള്ളിനും വെള്ളത്തിനും വേണ്ടി വന്നവരാണ്. ഒരു ജോലിക്കും എലിജിബിലിറ്റി ഇല്ലാത്ത കുറേ എണ്ണമാണ്. നീറ്റിന്റെ ഫുൾ ഫോം പോലും അറിയാത്ത വർഗമാണെന്ന് തുടങ്ങി വായിൽ വന്നതെല്ലാം അയാൾ സമരരംഗത്തുള്ള കുട്ടികളെ കുറിച്ച് പറയുന്നുണ്ട്. അതെല്ലാം ഒരു ചാണകസംഖ്യയുടെ പുലമ്പലുകളാണെന്ന് കരുതാം. എന്നാൽ ഒരു പൊതു ഇടത്തിൽ തന്റെ അടുത്ത സുഹൃത്തെന്ന് അവകാശപ്പെടുന്ന ഒരാളുടെ മകളെ കുറിച്ച് പറയുന്ന അസംബന്ധങ്ങൾ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? പല കുടുംബങ്ങളിലും ഇതുപോലുള്ള ചില വഷളൻ അമ്മാവന്മാർ ഉണ്ടാകും. മുതിർന്ന കുട്ടികളെയും യുവതികളെയും പോലും അവരുടെ വ്യക്തിത്വത്തെയോ അഭിമാനത്തെയോ വിലമതിക്കാതെ പണ്ടെങ്ങോ തോളിലെടുത്ത് നടന്നിട്ടുണ്ട് എന്നതിന്റെ ക്രെഡിറ്റിൽ പരസ്യമായി കളിയാക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ. നേരത്തെ സമരത്തിന് പിന്തുണയുമായി രംഗത്ത് വന്ന നടി മഞ്ജു വാര്യർക്കും വലിയ സൈബർ അറ്റാക്കാണ് നേരിടേണ്ടി വന്നത്. മാനുഷികത അതാവണം എല്ലാ രാഷ്ട്രീയത്തിനും മേലെ നിൽക്കേണ്ടത്. നമ്മുടെ യുവതലമുറയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും ആശങ്കകൾ പങ്കുവെക്കാനും സമാധാനപരമായി പ്രതിഷേധിക്കാനും അവകാശമുണ്ട്. ഇന്ത്യയിൽ എവിടെയായാലും പരീക്ഷാ സമ്പ്രദായങ്ങളുടെ വിശ്വാസ്യത കാത്തു സൂക്ഷിച്ചേ പറ്റൂ. മെറിറ്റിനും സത്യസന്ധതയ്ക്കും നീതിക്കുമാണ് എന്നും മുൻഗണന ലഭിക്കേണ്ടത്. നമ്മുടെ മക്കൾക്ക് ഭയമല്ല പ്രതീക്ഷയാണ് നൽകേണ്ടത് എന്നായിരുന്നു മഞ്ജു വാര്യരുടെ ഫേസ്ബുക്ക് കുറിപ്പ്. വിസ്മയ മോഹൻലാലിനെ പിന്തുണച്ചും ഡൽഹിയിലെ സമരത്തിന് പിന്തുണയർപ്പിച്ചും രംഗത്ത് വന്ന നടൻ ഷൈൻ ടോം ചാക്കോയും സമരത്തെ കായിക ശക്തി കൊണ്ട് അടിച്ചമർത്തുന്ന ഭരണാധികാര നീക്കങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. ഭരണത്തിൽ എതിർപ്പുള്ളവരാണ് എതിർ ശബ്ദമുയർത്തുന്നതെന്ന് ഷൈൻ ടോം ചാക്കോ പറഞ്ഞു. അവരെ അടിച്ചമർത്തുന്നത് ജനാധിപത്യമല്ലെന്നും രാജ്യദ്രോഹികളാകുന്നത് ഭരണകൂടത്തിനെതിരെ സംസാരിക്കുമ്പോഴാണെന്നും ഷൈൻ ടോം ചാക്കോ പറഞ്ഞു. സർക്കാരിനെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാകാം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കുന്നത് എന്നാണ് നീറ്റ് പരീക്ഷയെക്കുറിച്ച് ഷൈൻ പറഞ്ഞത്. ഡൽഹിയിലെന്നല്ല ലോകത്തെവിടെയും അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവർക്കൊപ്പമാണ് താനെന്നും ഷൈൻ ടോം ചാക്കോ പറഞ്ഞു. താരങ്ങൾ പറയുന്നത് അവരുടെ അഭിപ്രായമാണെന്നും അത് പറയാനുള്ള സ്വാതന്ത്ര്യമാണ് 1947 ലഭിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിരവധി സിനിമാ താരങ്ങളാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ നടക്കുന്ന CJPയുടെ പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നത്. മമ്മൂട്ടി, മഞ്ജു വാര്യർ, പാർവതി തിരുവോത്ത്, കുഞ്ചാക്കോ ബോബൻ, ടോവിനോ തോമസ്, ആഷിഖ് അബു, ജോജു ജോസഫ്, ഭാവന, ദിവ്യപ്രഭ, ആസിഫ് അലി, കിഷോർ തുടങ്ങിയവരാണ് വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണ അനുദിനം ശക്തമാവുകയാണ്. സമരം ചെയ്യുന്നവരെ ഭീകരവാദികളും ദേശവിരുദ്ധരുമായി ചിത്രീകരിച്ച് ഈ ജനകീയ പ്രതിഷേധത്തെ അടിച്ചമർത്താനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. എന്നാൽ അത്ര വേഗം ഈ സമരം അടിച്ചമർത്താമെന്ന ഭരണകൂടത്തിന്റെ കടുത്ത നിലപാടുകൾക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്.